ഇതേ ഉച്ച സമയമാണ്. ഞാൻ അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഇത് വൃത്തിയാക്കാൻ ആളിരിക്കുകയാണ് ഇവിടെ. ഈ മഴ സമയത്ത് പുല്ലൊക്കെ വരുമല്ലോ, അപ്പോൾ അതിന് വെട്ടി മാറ്റുന്നതാണ്. ഞങ്ങളിവിടെ മോളെ നോക്കി നിൽക്കുകയാണ്. ഇതാ വരുന്ന നമ്മുടെ കക്ഷി. ഈ സമയമാകുമ്പോൾ വരും കേട്ടോ. വരുന്ന സമയമാകുമ്പോൾ കറക്റ്റ് ഇവിടെ എത്തിയിരിക്കും. ഇനി നോക്കുവാണ് വന്നോ വന്നില്ലേ. അതെ, ആൻറ്റിമാർ എല്ലാം വൃത്തിയാക്കിയതിന് കൊണ്ടുപോയി അപ്പുറത്തെ ഒരു പറമ്പിൽ തട്ടുകയാണത്. ഓരോ വാനായിട്ട് നോക്കും കേട്ടോ. അപ്പോൾ ഓരോന്നിൽ നോക്കും ബസ്സുവാണോ അല്ല, ഇതാ തിരിച്ചു വരുന്നുണ്ട്. നിസ്സഹായനായി തിരിച്ചു വരികയാണ്. എനിക്ക് മാധു നോക്കുകയാണ്. അടുത്ത വണ്ടി വന്നു, അതിലുമില്ല, അത് പോയി. അപ്പോഴുണ്ട് അതാ വരുന്നു ബസ്സിൻ്റെ വാൻ. അത് ചോദിക്കുകയാണ്, അമ്മയെ അവ എന്നെ നോക്കിയല്ലേ നിൽക്കുകയാണ്. എന്നിട്ട് അവരോട് പറയുകയാണ് എന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴിതാ തറ വീണു. ഇറങ്ങിയ സ്പോട്ടിൽ തറയിലൊന്ന് വീണായിരുന്നു. വീണത് കുഴപ്പമില്ല, പക്ഷെ അപ്പുറത്ത് ആൻറ്റി എന്നെ കണ്ടല്ലോ അമ്മ ഞാൻ വീണത് കണ്ടെന്ന് പറഞ്ഞാണ് അവൾ കരയണത്. അപ്പോൾ കഥ പറഞ്ഞപ്പോൾ മാധു ചേച്ചി വിളിച്ച് ഓടുന്നപ്പോൾ കരയണം. കരയണേന്ന് ചോദിച്ചു. സമാധാനിപ്പിക്കാനൊക്കെ പുറകെ പോകുന്നത്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മീൻ അടിയിൽ പിടിച്ചിട്ടുണ്ടോ നോക്കാൻ വേണ്ടി ഓടിപ്പോയതാണ്. കുഴപ്പമൊന്നുമില്ല. ചേച്ചിയുടെ എല്ലാം എടുത്തിട്ട് ബാഗൊക്കെ തൂക്കി ഉള്ളമ്മ ചോദിക്കണതാണ് എൻ്റെ അടുത്ത്. പിന്നെ കുളിച്ച് ഫ്രഷായി ചോറ് കൊടുക്കുകയാണ്. നല്ല മരിച്ചിനിയും ചൂല മീൻ കറിയും ക്യാബേജ് തോരോ എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം അതിൽ കൊടുത്തു. മീനില്ലാത്തതുകൊണ്ടോ കഴിച്ചില്ല കേട്ടോ, മീനെ വയ്ക്കാത്തതുകൊണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് മരിച്ചിനി മാത്രമായിട്ട് കൊടുത്തു. അപ്പോൾ അവൾ മാത്രം വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിരുന്നു. എടിപിടിയിൽ നിന്ന് കറണ്ട് ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ എടിപിടിയിൽ നിന്ന് 12 മണിയായപ്പോഴാണ് കറണ്ട് വന്നത്. അങ്ങനെ പെട്ടെന്ന് 1:30 ചേട്ടൻ കഴിക്കാൻ വരും. അങ്ങനെ ഞാൻ പെട്ടെന്നാക്കിയതാണ്. പിന്നെ എല്ലാം ചേട്ടനെ കഴിച്ചിട്ട് പോയി. പിള്ളേരെ കഴിച്ച പാത്രത്തിൽ ഞാൻ വിശാലിട്ട് ഞാൻ താഴെ ഇരുന്നാണ് കഴിക്കുകയാണ്. സമാധാനമായിട്ട് വാങ്ങി നോക്കി ആസ്വദിച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി ആരെ കൊള്ളാലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. ബൈ.